ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് കെസിയ. ഞാൻ കണ്ണമാലയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഡാഡിയാണ്. ഞാൻ 2012 ഇവിടെ ആദ്യമായി വന്നത്. ഒരു ഏകദിന ധ്യാനത്തിനാണ് വന്നത്. അതിനുശേഷം 2019 വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഡാഡിക്ക് വേണ്ടിയാണ്. ഡാഡിക്ക് 2022 ഒരു വലിയ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം ഡോക്ടർ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചുകൂടി വേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഇയർ ബാലൻസിൻ്റെ ആണെന്ന് തോന്നുന്നില്ല, നമുക്ക് തലയുടെ ഒരു സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വളരെ തകർന്നു പോയി. ഞങ്ങൾ ഉടമ്പടി തൈലം ഡാഡിയുടെ ശിരസിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഉപ്പും തേനും ഒക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഡാഡി ഒരു കെട്ടിടം തൊഴിലാളിയാണ്, കെട്ടിടം നിർമ്മിക്കുന്ന ജോലിയാണ്. അപ്പോൾ ആ ജോലി ഇനി ചെയ്യാൻ പറ്റില്ല. കാരണം വെയിൽ, പൊടി, ചൂട്, വലിയ ശബ്ദം, ഇതൊന്നും ഇനി പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു തൊഴിലിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആകെയുള്ള ജീവിത വരുമാനം കൊണ്ടുവരുന്ന ആൾ. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, എന്നാൽ മത്സ്യം വിൽക്കുന്ന ഒരു ജോലി തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അതിന് മാതാവിൻ്റെ ഇഷ്ടം അറിയുന്നതിന് വേണ്ടി ഞാനും ഡാഡിയും ഇവിടെ വന്നു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡാഡി നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു വീട്ടിലെ ചേച്ചി വിളിക്കുകയുണ്ടായി. എന്നിട്ട് ജോലിക്ക് വരണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളത് കാര്യമായിട്ട് എടുത്തില്ല. ഡാഡിക്ക് ഇനി ആ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ചിന്ത. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് പോയി വീട്ടിലുണ്ടായിരുന്ന ഗോൾഡൊക്കെ പണിയും വെച്ചു. മത്സ്യക്കച്ചവടം ആരംഭിച്ചു. 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ അതും നഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് എന്താണ് ഇങ്ങനെ ഞങ്ങൾക്ക് തരുന്നത്? ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ വരുന്നതെന്ന് ഞങ്ങൾ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ആഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് എപ്പോഴും കാതോർത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ചേച്ചി വിളിച്ചത് മാതാവിൻ്റെ സ്വരമായിരുന്നു. ആ ഒരു തൊഴിലിൽ തന്നെ നിലനിൽക്കാനായിട്ടാണ് മാതാവ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഡാഡി ആ ഒരു അസുഖം തേനും തൈലവും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം പൂർണ്ണമായി മാറുകയും ഡാഡിക്ക് വീണ്ടും ആ ജോലി 2 ഇരുനില കെട്ടിടങ്ങളും മറ്റു ജോലികളും ചെയ്യാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അനിയന് വേണ്ടിയാണ്. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഫെയിലായി കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടായതുകൊണ്ട് അവനെ ഞങ്ങൾ പോളിടെക്നിക്കിന് ചേർത്തു. പോളിടെക്നിക്കിന് ചേർത്ത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് സെമസ്റ്റർ ആയപ്പോൾ അവൻ സെം ഔട്ടായിപ്പോയി. അപ്പോൾ രണ്ടും ഇങ്ങനെ ആയിപ്പോയപ്പോൾ തന്നെ ആളുകൾ പറയാൻ തുടങ്ങി, ഇനി ഇവനെ പഠിപ്പിക്കുകയൊന്നും വേണ്ട, വല്ല കൈത്തൊഴിലും പഠിപ്പിച്ച് വീട്ടിൽ നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. വന്നാലും ഞങ്ങൾ മാതാവിനോട് മറ്റുള്ളവരെ പരിഹാസം കേട്ട് വളരെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ തന്നെ മലയാള മനോരമയിൽ നല്ലൊരു ജോലി ലഭിച്ചു. അതിനുശേഷം അവൻ +2 എഴുതിയെടുത്തു. അതിനുശേഷം അവൻ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്നാഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ഒരു മെറിറ്റും അവനില്ല, എല്ലാം ഉള്ളത് ഡീമെറിറ്റ്സാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാം നമുക്ക്, എന്നിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മാൾട്ടയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു. ഒരാഴ്ച കൊണ്ട് തന്നെ അവന് ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ അത് ഇനി ലോണിൻ്റെ കടമ്പയാണ്. ലോൺ ഞങ്ങൾ ജൂൺ അവസാനമാണ് ലോണിന് തിരക്കി ഇറങ്ങിയത്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചിരുന്നു, ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് മുൻപ് ഞങ്ങൾക്കൊരു ഉത്തരം തരണമെന്ന്. അങ്ങനെ ഓഗസ്റ്റ് 8-ാം തീയതി ലോൺ പാസ്സാകുകയും ചെയ്തു. അതിനുശേഷം വിസയിൽ വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. ആദ്യം അവൻ്റെ വിസ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തിട്ട് അതൊന്നും അവിടെ എത്താതെ വന്നു. പിന്നെ 2ാമത് സബ്മിറ്റ് ചെയ്തു. പിന്നെ 3ാമതും കുറച്ച് പേപ്പറുകൾ കൊടുക്കേണ്ടി വന്നു. എങ്കിലും ഞങ്ങൾ മാതാവിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അവന് ഡിസംബറിൽ വിസ അടിച്ചു വന്നു. അങ്ങനെ വിസ വന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തു. പോകാനുള്ള ജനുവരിയിൽ 22-ാം തീയതി ആയിരുന്നു അവന് പോകാനുള്ളത്. അന്ന് രാവിലെ 2:30 ഫ്ലൈറ്റ്. എന്നാൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഡേറ്റും സമയം മാറിയിരുന്നു. അത് 2021 4 എന്നായിരുന്നു. പക്ഷേ അവനത് ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ 21-ാം തീയതി 12 മണിയായപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, നീ പോയില്ലേ, നീ എയർപോർട്ടിലെത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് സമയം നോക്കിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് 12 മണി, ഒരു 2 മണിക്ക് ശേഷമാണ് ഇവിടെ നിന്ന് എയർപോർട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സഞ്ചാരി മാതാവിനെ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു.
മാതാവേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 6 മണിക്കാണ് ഫ്ലൈറ്റ് എന്നായി. അങ്ങനെ ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ സാധിച്ചു. അതുപോലെ തന്നെ അവൻ്റെ ലഗേജ് ഇവിടെ നിന്ന് തൂക്കിയപ്പോൾ 4 കിലോനോളം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാലും ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് അതിലിട്ട് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ ചെന്ന് വെയിറ്റ് നോക്കിയപ്പോൾ 3 കിലോനോളം കൂടുതലാണ്. വീണ്ടും അവിടെ എയർപോർട്ടിൽ നിന്ന് ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ലഗേജിൽ നിന്ന് 3 ഹാങ്കർ, അത് 200 ഗ്രാമിൻ്റെ ഓളം വെയിറ്റുള്ള 3 ഹാങ്കർ മാത്രം എടുത്തു മാറ്റിയതിന് ശേഷം മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് രണ്ടാമത് വെയിറ്റ് നോക്കി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ അവന് നല്ല രീതിയിൽ മാൾട്ടയിലേക്ക് പോകാൻ സാധിച്ചു. മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ്. അവൾ ജനിക്കുന്നതിന് മുമ്പ് വളരെ വലിയ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായി. അങ്ങനെ അവളുടെ 3-ാം മാസത്തെ ഇഞ്ചക്ഷന് ചെന്നപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, കുഞ്ഞിൻ്റെ തലക്ക് കുറച്ച് വലിപ്പമുള്ളതായി കാണുന്നുണ്ട്, നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിലെ ഹെഡ് ന്യൂറോളജിസ്റ്റായ ബോബി വർക്കിയെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിയുടെ തലയുടെ സ്കള്ളിന് വളർച്ച കുറവാണ്. 5 ദിവസമാണ് ഡോക്ടർ പറഞ്ഞത്. 5 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ സ്കള്ള് ഓപ്പറേഷൻ ചെയ്യണം, കറക്റ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് വെക്കണം. 2 ഓപ്പറേഷനാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ കുഞ്ഞിനുമായി അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ താടിക്ക് തട്ടിയിട്ട് പറഞ്ഞു, മോളെ ഒരു കുഴപ്പമില്ല, കുഞ്ഞിൻ്റെ സ്കള്ളിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ച് വീട്ടിലേക്ക് പോയി. അതുപോലെ തന്നെ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നെ അവൾ വളർന്നു വരുമ്പോൾ മറ്റു കുട്ടികളെക്കാൾ വളർച്ചയ്ക്ക് ബാക്കോട്ടായിരുന്നു. അവൾ നടക്കുന്നില്ല, ഇരിക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞായിരുന്നു, ഞാനിനി ഒരു സ്ഥലത്തും എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകില്ലെന്ന്. എന്നാൽ വീണ്ടും ഒരു ഫിസിയോതെറാപ്പി, അക്യുപഞ്ചർ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്ന രീതിയിൽ വീട്ടിൽ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇത് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ എനിക്കിത് കാണിച്ചു തരണം. അങ്ങനെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു സിസ്റ്ററായിരുന്നു ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ കയ്യിലൊരു ഉടമ്പടി കാശ് രൂപം കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, ചികിത്സ തുടങ്ങി. മാർച്ച് 3-ാം തീയതി ഞാൻ രാത്രി കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവിൻ്റെ അതിഭയങ്കരമായൊരു സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി. അത് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ വരെ അതുണ്ടായി. അങ്ങനെ 3 മാസം കൊണ്ട് ഇരിക്കാതിരുന്ന കുട്ടി ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെപ്റ്റംബർ 8-ാം തീയതി ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ ഈശോയോട് പറയണം, നീ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയണം. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ ആരാധന മുറിയിൽ ചെന്നപ്പോൾ ഈശോയോട് ദിവ്യകാരുണ്യനാഥനോട് ചോദിച്ചു, അമ്മ പറഞ്ഞായിരുന്നു എൻ്റെ ഉടമ്പടി നീ ഓർക്കുന്നുണ്ടോ ഈശോയെ? ഞാനങ്ങനെ ചോദിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അന്ന് ആ ആരാധന മുറിയിൽ നിന്ന് എൻ്റെ ഉടമ്പടി ഓർക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനൊരു ജീവിതത്തിൽ അത്രയും മനോഹരമായൊരു മഴവില്ല് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും വലിപ്പമുള്ളൊരു മഴവില്ല് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എൻ്റെ ഉടമ്പടി ഓർക്കുന്നുണ്ട്, അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 12-ാം തീയതി അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായി, ഒരു കുഞ്ഞാമ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നതാണ് കാണുന്നത്. ആ അമ്മയെ ആരും എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള വേഗതയിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് ഈ ആമ ഇഴയുന്നത് പോലെയാണ് അവൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിച്ച് അതെൻ്റെ കുഞ്ഞിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, മാതാവേ അവൾക്ക് നടക്കാനുള്ള കഴിവ് മാതാവ് തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് മാതാവ് തന്നെ തന്നതാണെന്ന് എനിക്ക് തെളിയിച്ച് തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒക്ടോബർ 7-ാം തീയതി ജപമാല റാണിയുടെ തിരുനാളിൻ്റെ അന്ന് അവൾ നടക്കാൻ തുടങ്ങി. അവളിപ്പോൾ നല്ല രീതിയിൽ ഓടി നടക്കുന്നുണ്ട്. എങ്കിലും ഡോക്ടേഴ്സിൻ്റെ അവളുടെ വളർച്ചക്കുറവുകൊണ്ട് ഡോക്ടേഴ്സ് 3-4 പീഡിയാട്രിഷ്യൻ ഞങ്ങൾ കാണിച്ചപ്പോൾ പറഞ്ഞു കുട്ടിക്ക് ഡോർഫിസം ആണെന്നാണ് തോന്നുന്നത്. അവളുടെ മൂക്കിൻ്റെ പാലത്തിന് ഒരു കുഴിവ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കുന്നവരൊക്കെ പറയുന്നത് ഇത് ഡോർഫിസമാണ്, ഇതൊരു ജനറ്റിക്കൽ ഡിസോർഡർ ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി നമ്മൾക്കൊരു ടെസ്റ്റ് ചെയ്യാം. മൈക്രോ എറ എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. അത് 25,000 രൂപ ഉള്ള ഒരു ടെസ്റ്റാണ്. അതിൽ 99.9% ആക്യുറസി ഉള്ള ടെസ്റ്റാണ്. നിങ്ങൾക്ക് അതിൽ മനസ്സിലാകും ഈ കുട്ടിക്ക് ജനറ്റിക്കൽ ഡിസോർഡർ ആണെന്ന് മനസ്സിലാകും. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ ഈ ടെസ്റ്റിൻ്റെ മേൽ ഇടപെടണമേ, ദൈവത്തിൻ്റെ ഈശോയുടെ തിരുരക്തം തളിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. എല്ലാം നെഗറ്റീവാണ്. അവൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. ആ ഡോക്ടേഴ്സിനൊക്കെ വിശ്വസിക്കാനാകുന്നില്ല. ഇതെന്തൊരു അത്ഭുതമാണെന്നാണ് അവർ പറയുന്നത്. ദൈവമാതാവ് നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം
എൻ്റെ അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങൾ അമ്മ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം പോലെ കണ്ടു. അതായത് ഒരു മുസ്ലിം പള്ളി പോലത്തെ മകുടം പോലത്തെ ഒരു പള്ളി, അതിന് ചുറ്റും തൂണുകളിങ്ങനെ ഉണ്ട്. അതൊരു ഗ്രൗണ്ട് പോലെയുണ്ട്, ചുറ്റപ്പെട്ട തൂണുകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രൗണ്ട്, അതിന് ചുറ്റും ഇങ്ങനെ ഒരു കടൽ. അതാണ് ഞാൻ കണ്ടത്. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഇത് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിനെ കുറിച്ചാണല്ലോ അമ്മ പറയുന്നത്. അമ്മ അത് കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ ഫോട്ടോസ് അമ്മേനെ കാണിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ കണ്ടത്. അപ്പം അമ്മ എന്നോട് ചോദിച്ചു, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കുമോ ഇത് ദൈവം നമ്മളെ കാണിച്ചത്? ഞാൻ അമ്മേനോട് പറഞ്ഞു, ചിലപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡിൽ, ആ സമയത്ത് ഒരു ഭയങ്കരമായൊരു സുഗന്ധാഭിഷേകം എന്ന് പറഞ്ഞാൽ, അത് ഉച്ചയ്ക്ക് 12:30 മണിയാണ്. പൂക്കൾ വിരിയുന്ന സമയമല്ല, വീടിന് ചുറ്റും പൂക്കളൊന്നുമില്ല. ഞാനും അമ്മയും വീട്ടിൽ നിൽക്കുന്നതാണ്. ഞങ്ങൾ പെർഫ്യൂമൊന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ലൊരു സുഗന്ധാഭിഷേകം ഞങ്ങൾക്കുണ്ടായി. പിന്നീട് ഞാൻ മാതാവിനെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. മാതാവ് വളരെ അധികം കരയുന്നൊരു ഇതാണ് ഞാൻ കണ്ടത്. മാതാവ് കരയുന്നു, ഞാനും എൻ്റെ കുഞ്ഞും കൂടി താഴെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറയണം, മാതാവിൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കൂ. ഇത്രയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. സ്വപ്നം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഞാൻ മാതാവിനോട് ചോദിച്ചില്ല മാതാവിൻ്റെ സങ്കടം എന്താണെന്ന്. കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ സങ്കടം എന്താണ്, അത് നടത്തി കിട്ടണേ എന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ വലിയ അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഒരു ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിലെന്ന് പറയുന്നത് ഒട്ടും സ്പേസ് ഇല്ലാത്ത മൊബൈൽ, അതുകൊണ്ട് എല്ലാ ഫോട്ടോസും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി ഒന്ന് ഗ്യാലറി തുറന്ന് നോക്കണം. ഗ്യാലറി തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൻ്റെ ഒരു പിക്ചറാണ് അതിൽ കിടക്കുന്നത്. ആ പിക്ചറിൽ ഞങ്ങളുടെ രൂപത്തിൻ്റെ അവിടെയുള്ള മാതാവിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട്. ആ മാതാവ് വെള്ള മാതാവാണ്, അത് നീല ഷോളിട്ട മാതാവാണ്. പക്ഷേ ആ റിഫ്ലക്ഷൻ, ഈ ഡൈനിങ് ടേബിളിൽ അടിച്ചിരിക്കുന്ന റിഫ്ലക്ഷനിൽ സിൽവർ ഗ്രേ കളറുള്ള ഒരു മാതാവിനെയാണ് ആ റിഫ്ലക്ഷൻ എനിക്ക് കാണാൻ പറ്റിയത്. എനിക്ക് മനസ്സിലായി, എൻ്റെ ഭവനത്തിൽ കൃപാസനം അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. മാതാവ് നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ക്യാൻസർ ബാധിതരായ ആളുകളെ നോക്കുന്ന ഒരു സ്ഥലം ഞങ്ങളുടെ അടുത്തുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനമാണ്. അവിടെ പോയി അഡൾട്ട് ഡയപ്പറുകളൊക്കെ വാങ്ങിക്കൊടുക്കും. അവിടെ നെറ്റിയിൽ കുരിശ് തൈലം തേച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് ഉപ്പ്, തേൻ ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ആശ്വാസം ലഭിച്ചു എന്ന് പറയാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുന്നത് നോർത്ത് ഇന്ത്യൻസ് വരാറുണ്ട്, തമിഴ് സംസാരിക്കുന്നവർ വരാറുണ്ട്. അവർക്കൊക്കെ ഞാൻ പത്രം വാങ്ങിച്ചു കൊടുത്ത് എനിക്കറിയാവുന്ന രീതിയിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിച്ച് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അവർക്ക്. അപ്പോൾ അവരും കൂടുതൽ വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങൾ ഉണ്ടായി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ നാട്ടിലുള്ളവരെ ഈശോയെ അറിയിക്കാനും മാതാവിനെ അറിയിക്കുവാനും അവർ ഇടയായി. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ആരെങ്കിലും ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പത്രം കൊടുത്തു എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കും, എനിക്ക് പറ്റില്ലല്ലോ അത് ചെയ്യാൻ. അങ്ങനെ ഞാൻ എപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടോ ആ കാര്യം ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് ബസ് സ്റ്റാൻഡിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചാൽ അവിടെ തന്നെ ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ വീടുകളിൽ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്തൊന്നും പോകാറില്ല. നല്ല ഉച്ച വെയിലുള്ള സമയത്ത് മാതാവിന് വേണ്ടി ഈ വെയിൽ ഞാൻ കൊള്ളും എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. ഞങ്ങൾ കണ്ണമാലി ദേശമാണ്, അവിടെ കടൽ കയറുന്ന സമയമുണ്ട്. ആ സമയത്തൊക്കെ വെള്ളത്തിൽ നീന്തി ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നല്ല രീതിയിലാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ പത്രവും ഞാൻ വീടുകളിൽ കൊടുക്കാറുണ്ട്. പിന്നെ പാവപ്പെട്ടവർക്ക്, വഴിയോരങ്ങളിലുള്ളവർക്ക് പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട്. മാതാവ് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞ എല്ലാ അനുഭവങ്ങളും തന്നെ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച അനുഭവങ്ങളാണ്. അതിൽ വ്യക്തമായിട്ട് മാറ്റമുണ്ടാകുമ്പോൾ സാക്ഷ്യപ്പെടുത്തണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി കുടുംബം ഇവിടെ നിൽക്കുന്നതും നമ്മളുടെ മുൻപിൽ സാക്ഷ്യം പറയുന്നതും. രണ്ടാമത്തേത്, ഈ ഒരു പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഈ ഒരു സാക്ഷ്യം പ്രാർത്ഥനയോടെ കേൾക്കുമ്പം ഈ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം പ്രകടമായിട്ട് അനുഭവിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ഉടമ്പടി എടുത്തവർക്കുണ്ട്. ഒരുപക്ഷെ ഉടമ്പടിയുടെ ഒരു പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു വലിയൊരു വാഗ്ദാനം ഉടമ്പടിയുടെ ഒരു പ്രധാന ഘടകമാണ്. അപ്പം ഈ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെയും ഇന്നെന്നല്ല എല്ലാ ദിവസവും കേൾക്കുന്ന സാക്ഷ്യങ്ങളിലും
അവർ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈശോയും മാതാവും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഏത് സാക്ഷ്യം കേട്ടാലും അത് വ്യക്തമാവും. അല്ലാതെ അവരെങ്ങനെയെങ്കിലും കിട്ടിയെന്നുള്ളൊരു ബോധ്യത്തിലല്ല. ഈ ഒരു സാക്ഷ്യത്തിലും മാതാവിനെ ദർശനം കണ്ടു എന്ന് പറയുന്നു, സ്വപ്നം കണ്ടു എന്ന് പറയുന്നു, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടായ ചെറിയൊരു അനുഭവത്തിൽ പോലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചു എന്ന് പറയുന്നു. അതിലുമൊക്കെ വളരെ പ്രത്യേകതയുണ്ട്. ഒരു നീല നിറമുള്ള മാതാവിൻ്റെ ഒരു റിഫ്ലക്ഷനിൽ സിൽവർ ഗ്രേ കണ്ടു എന്നൊക്കെ പറയുമ്പോഴും ഇതിലെല്ലാം ഒരു അസാധാരണത്വമുണ്ട്. അതിനേക്കാളപ്പുറം നമ്മളതിനെ ദൈവ സാന്നിധ്യമായിട്ടും കൂടെ വായിച്ചെടുക്കുകയാണ്. നമ്മളത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുക. അതിപ്പം ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇവിടെ അനേകർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആവർത്തിച്ച് ഇങ്ങനൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ കാര്യം എപ്പോഴും ആവർത്തിച്ച് പറയുകയാണ്. പിന്നീട് സ്വന്തം പിതാവിൻ്റെ സൗഖ്യത്തിനെക്കുറിച്ച്, അനിയനുണ്ടായ വിദേശ പഠനത്തിനെക്കുറിച്ച്, ഒപ്പം സ്വന്തം മകൻ്റെ ഇവിടെ കൊണ്ടുവന്ന് സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ച്, അങ്ങനെ ഓരോ കാര്യം പറയുമ്പോഴും അതിന് വ്യക്തമായിട്ടുള്ള ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അതിൽ സുഗന്ധാഭിഷേകം ലഭിച്ചു എന്ന് പറയുന്നു, അതിൽ മഴവില്ലിനെ കുറിച്ച് പറയണം. അപ്പം ഒരാൾ വിശ്വാസത്തിൻ്റെ നയനങ്ങൾ ഇങ്ങനെ തുറക്കുമ്പോൾ ദൈവം അത് പ്രകൃതിയിലൂടെ സംസാരിക്കുക തന്നെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സാക്ഷ്യത്തിൽ ഒരു തുമ്പിയും പ്രാർത്ഥനയും ചിത്രശലഭവും മഴവില്ലും, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഓരോ വസ്തുക്കൾ പോലും നമ്മളോട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുമ്പോൾ സങ്കീർത്തകം പാടുന്നുണ്ട്. വാനവിധാനങ്ങൾ അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു എന്നൊക്കെ സങ്കീർത്തകം പാടുന്നത് പോലെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ മാറുമ്പോൾ പ്രപഞ്ചപ്രകൃതി മുഴുവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊപ്പം നിൽക്കുന്ന അനുഭവം ഉണ്ടാവുന്നുണ്ട്. അത് പലരുടെയും സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ്. പേരെ പ്രത്യേകിച്ച് പിന്നെ അവസാനം പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് ചേർത്തെടുക്കേണ്ടതാണ്. നമ്മൾ എന്താണോ ഒരു മടിയുള്ള കാര്യം അതാദ്യം ചെയ്തു എന്നുള്ളതാണ് ഈ മകളിപ്പോൾ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിപ്പം ഒരിടത്ത് പോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഒരു പത്രം കൊടുക്കുന്ന കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ അതിലിത്തിരി സഹനം ഉണ്ടാകുന്ന സമയമാണെങ്കിലും, അതൊക്കെ മറ്റുള്ളവരെ പ്രതി ഏറ്റെടുത്ത് ചെയ്യാനായിട്ടുള്ളൊരു എക്സ്ട്രാ എഫേർട്ട് അതിപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിലാണല്ലോ ഇത് ചെയ്യണത്. ഇതിപ്പം ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്നതുകൊണ്ട് മുകളിലിരിക്കുന്ന ദൈവൻ വിശ്വസ്തനായതുകൊണ്ടും അവൻ്റെ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള ശ്രമമാണ് ഈ നടത്തുന്ന എല്ലാ യാത്രയും എന്നറിയുമ്പം ദൈവം ഇതിൽ ഇടപെടും. ഇനിയും ദർശനങ്ങളും അനുഭവങ്ങളും ഉണ്ടാകും. ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്കും കുടുംബത്തിനും എല്ലാം ലഭിച്ച സൗഖ്യത്തിനും അനുഭവങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് നൽകിയ ഉടമ്പടിയിൽ ലഭിച്ച വലിയ ബോധ്യത്തെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം. എൻ്റെ പേര് റോസമ്മ ജോസഫ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 4.5 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു, എന്നിട്ടൊന്നും യാതൊരു പ്രയോജനവും കണ്ടില്ല. അവസാനം ഞങ്ങൾ 2021 ഒക്ടോബറിൽ ഇവിടെ കൃപാസനത്ത് വന്ന് ഉടമ്പടി എടുത്തു. 2022 ഞങ്ങൾ ഓഗസ്റ്റിൽ അച്ഛനെ കണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു. അച്ഛൻ എൻ്റെ തൈലം തന്നിട്ട് അത് അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് 2022 ഡിസംബർ മാസത്തിൽ ഞാൻ കൺസീവായി. അപ്പം ഞാനിങ്ങനെ കൺസീവായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു, എനിക്ക് കൃപാസനത്തിലെ മാതാവാണ് എനിക്ക് ഈ കുഞ്ഞിനെ എനിക്ക് തന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേരെന്നെ അതിൻ്റെ പേര് കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊന്നുമില്ല എന്ന്. അപ്പോൾ ഞാനെപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ തന്ന കുഞ്ഞാണിതെന്ന് എനിക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് ഇതെനിക്ക് അമ്മ കാണിച്ചു തരണേന്ന്. അതിൻ്റെ ഫലമായിട്ട് തന്നെ സെപ്റ്റംബർ മാസം 8-ാം തീയതി അമ്മയുടെ ജന്മദിനത്തിൻ്റെ അന്നാണ് എനിക്ക് ഈ കുഞ്ഞിനെ ലഭിച്ചത്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ കൃപാസനത്തിലെ പത്രം, ഞാൻ കുഞ്ഞിലേ തൊട്ട് പള്ളിയിലും പോവും, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവായിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ചിലപ്പം ചിലർ കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കും, പക്ഷേ ചിലരാണെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോഴത്തേനും പിന്നീട് എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ഉള്ളിലൊരു ഭയങ്കര പേടിയും ഭയവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ പുതുക്കാൻ വന്ന സമയത്ത് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, അമ്മേ എനിക്ക് ആ ഒരു പത്രം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, ഒരു ചമ്മലും ഒരു പേടിയും ഭയവും ഒന്നും കൂടാതെ എനിക്കത് കൊടുക്കുവാനായിട്ട്, അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ട് അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പുതുക്കി അത് കഴിഞ്ഞ് പത്രം കൊടുക്കാനായിട്ട് ഞാനവിടെ ഞങ്ങളുടെ അടുത്തൊരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ പോയി എല്ലാവർക്കും ഞാൻ പത്രം കൊടുത്തു. അപ്പോൾ കുറച്ച് പേര് നല്ല രീതിയിൽ തന്നെ അത് വാങ്ങിച്ച്, പക്ഷേ ചിലരൊക്കെ തിരിച്ചത് തന്നു. പക്ഷേ എനിക്ക് യാതൊരുവിധ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. എൻ്റെ ജീവിതത്തിൽ എന്തോ ഭയങ്കര ഒരു വലിയ സന്തോഷമാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ തിരസ്കരണം ഉണ്ടായപ്പോഴും എനിക്ക് പിന്നീടും ഒരുപാട് ആവേശത്തോടെ തന്നെ ആ പത്രം വിതരണം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേനും ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളണം. പക്ഷേ വീട്ടിൽ പോകുമ്പോഴത്തേനും ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കും, എന്താണ് ഇതുവരെ മക്കളില്ലാത്തത്? അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് പള്ളിയിൽ പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഇരിക്കുമ്പോഴത്തേനും എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പക്ഷേ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഞാൻ ഇടയ്ക്കൊന്നും പോകത്തില്ല. അപ്പോൾ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ നിയോഗമായിട്ടൊന്നും എഴുതിയില്ല, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് അമ്മ എനിക്ക് ഇടയാക്കി തരണമെന്ന്. അതിന് ശേഷം ഞാൻ പിന്നെ പള്ളി ദിവസവും പോവും. അങ്ങനെ ആര് ചോദിച്ചാലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിഷമോ ഇതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അച്ചാച്ചന്, അതായത് എൻ്റെ അപ്പന് കിഡ്നി സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം കീഹോൾ സർജറി ചെയ്തതാണ്. പിന്നീടും കല്ലിങ്ങനെ ഫോമായിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ നിയോഗത്തിൽ ആ കാര്യം കൂടെ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം ഞാൻ അച്ചാച്ചന് എൻ്റെ ഇവിടുത്തെ എണ്ണയൊക്കെ കൊടുത്ത് അത് തൂത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുവരെ അച്ചാച്ചന് അതുപോണക്കൊരു വേദന ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിൽ കുഞ്ഞിനെ ഡയറക്റ്റായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. നിപ്പിൾ ഷീൽഡ് ഉപയോഗിച്ചായിരുന്നു ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞ് ഭയങ്കരമായിട്ടും കരയും, ശരിക്കും ഇത് പാല് കിട്ടാഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനാണെങ്കിൽ ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിക്ക്, അത് കഴിയുമ്പോഴത്തേനും ശരിയാവുമെന്ന്. പക്ഷെ ഞാൻ അന്നേരം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, എൻ്റെ കുഞ്ഞിന് നന്നായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ഒന്ന് അമ്മ എനിക്ക് ഇടയാക്കി തരണമെന്ന്. ഞാൻ ഒരുപാട് കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചത്. പിറ്റേ ദിവസം തന്നെ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റിക്കിട്ടി. എൻ്റെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനം 65:9 തിരുവചനം പറയുന്നു, അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു, അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു, ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു, അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. വരണ്ടുണങ്ങിയ ഭൂമി എങ്ങനെയാണ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്? അതാണ് 4.5 വർഷമായിട്ട് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ തങ്ങൾക്കൊരു കുഞ്ഞില്ല, ഒരു കുഞ്ഞിനെ ലഭിക്കണം എന്നുള്ള ആഗ്രഹം. ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അതിനു മുൻപെടുത്തു, IVF പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ. എന്നാൽ അതിലൊന്നും ഇവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നില്ല. പിന്നീടാണ് കൃപാസനത്തിലേക്ക് വരികയും ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട BP ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിക്കുന്നു. പിന്നീട് ഇവർക്ക് എങ്ങനെയാണ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ തനിക്ക് ഒത്തിരിയേറെ അവഹേളനവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഹന്നായെ പോലെ സാമുവേലിൻ്റെ പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഈ മകളുടെയും ഹൃദയം നൊന്തുള്ള പ്രാർത്ഥന തമ്പുരാൻ കേൾക്കുകയാണ്. ഇന്ന് കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുകയാണ്. കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ദിവസവും 1-ൽ കൂടുതൽ സാക്ഷ്യങ്ങൾ കുഞ്ഞുങ്ങളുടേതുണ്ട്. തീർച്ചയായും അമ്മ നമ്മെ ആദരിക്കുന്നുണ്ട്. അതായത് അമ്മയുടെ പ്രാർത്ഥന ഉടമ്പടിയെടുത്ത മക്കളോടൊപ്പമുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ട്. അമ്മയുടെ മാധ്യസ്ഥത്തെ സ്വർഗം ആദരിക്കുന്നു. അതാണ് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. തൻ്റെ ജീവിതത്തിലെ മറ്റ് കൃപകളുമൊക്കെ ലഭിച്ചത് ഇവിടെ ഈ മകൾ പങ്കുവച്ചു. നമ്മുടെ ജീവിതത്തെയും നമുക്ക് കർത്താവിൻ്റെ കാൽപാദത്തിങ്കൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിലും ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവഹേളനത്തിനോ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് ചെറുതാക്കി പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട് എന്നതിനാൽ നാം തലകുനിച്ച് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നമ്മുടെ തല ഉയർത്തിപ്പിടിക്കുവാൻ അമ്മ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളത് നമുക്ക് മറന്നു പോകാതിരിക്കാം. നിരാശപ്പെടാതെ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് പാലിക്കുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ബിന്ദു. ഞാൻ ഇടുക്കി ജില്ലയിലെ
അറക്കുളം സെൻറ്റ് മേരീസ് ചർച്ച് ഇടവകാംഗമാണ്. എനിക്ക് കിട്ടിയ 2-3 സാക്ഷ്യങ്ങൾ, അതായത് മാതാവിനെ ഞാൻ നേരിട്ട് കണ്ട അനുഭവങ്ങളായിരുന്നു. അത്രയ്ക്കും വലിയ സാക്ഷ്യങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ ഈ പുണ്യഭൂമിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനെ ഓർത്ത് ആദ്യമേ തന്നെ മാതാവിന് 1000 കോടി നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ ഇവിടെ വന്ന് ഞങ്ങളിവിടെ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു. 2018 ഞങ്ങളിവിടെ വരുന്നത്. അന്ന് ഞങ്ങൾ 2006 3 സെൻറ്റ് സ്ഥലവും ഒരു കൊച്ചു വീട് വാങ്ങിച്ചു. പക്ഷേ 2006 കേരളത്തിലെ റീസർവേ എന്ന സംവിധാനം പുതിയതായിട്ട് വന്നത്. അപ്പം ഞങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിച്ച ഉടനെ ഞങ്ങൾക്കൊക്കെ പോക്കുവരെ ചെയ്യാനോ കരം കെട്ടാനോ സാധിച്ചില്ല. കാരണം പുതിയ റീസർവേ വന്നതിന് ശേഷമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ വർഷവും റീസർവേ വരും. താലൂക്ക് ഓഫീസിൽ നിന്ന് സർവേയർ വന്ന് നമ്മുടെ സ്ഥലം അളക്കും. പക്ഷേ എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സ്ഥലത്തിന് പോക്കുവരവ് ചെയ്ത് തരുവാനോ കരം കെട്ടുവാനോ സാധിച്ചില്ല. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങളിതിൻ്റെ പുറകെ നടന്നു. അങ്ങനെ 13 വർഷങ്ങൾ കഴിഞ്ഞു. 2006 ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിക്കുന്നത്. 2018 ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി അടുത്ത പുതുക്കലിന് ഞാൻ വന്നതിന് ശേഷം അത്ഭുതകരമായിട്ട് ഒരു പുതിയ റീസർവേയർ വരികയും ഞങ്ങളുടെ സ്ഥലത്തിന് പോക്കുവരവ് ചെയ്ത് തരികയും കരം കെട്ടാൻ സാധിക്കുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അത്ഭുതമെന്ന് പറയാം. അത് വേറൊരാളുടെ ഈ 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അത് വേറൊരാളുടെ സ്ഥലത്ത് കയറി കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് അത്. ഇതുവരെ ഈ 13 വർഷമായിട്ടും ആർക്കും ഒരു റീസർവേയർമാർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷേ അത് അമ്മ മാതാവിന് സാധിച്ചു. അങ്ങനെ അതൊരു വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. കാരണം 13 വർഷമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ പോക്കുവരവ് ചെയ്യാനോ കരം കെട്ടാനോ ഈ കുട്ടികളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി സ്കോളർഷിപ്പിന് വെക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2009 ഇവിടെ പിന്നീട് വരാൻ സാധിച്ചില്ല. കാരണം കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ നിന്നൊക്കെ പയ്യെ അങ്ങ് പുറകോട്ട് മാറി. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുക. 2022 ഞങ്ങളുടെ സ്കൂളിൽ പുതിയൊരു പ്രിൻസിപ്പൾ ചാർജ് എടുത്തു. സിസ്റ്റർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. സിസ്റ്റർ ഞങ്ങളെ കുറച്ച് അധ്യാപകരെയും കൂട്ടി ഞങ്ങളുടെ സ്കൂൾ ബസ്സിന് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി പുതുക്കിയാൽ മതിയെന്ന്. ഞാൻ വീണ്ടും പുതിയ ഉടമ്പടി എടുത്തു. അതിൽ ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചത്, ഞങ്ങൾ ഈ 3 സെൻറ്റ് സ്ഥലവും 450 സ്ക്വയർ ഫീറ്റുമുള്ള ഒരു കുഞ്ഞു വീടായിരുന്നു. ശരിക്കും നനഞ്ഞൊക്കെ ഒലിച്ച് കിടക്കുമായിരുന്നു. ഇതെൻ്റെ ഇളയ മോളാണ്. ഇവളുടെ മൂത്തത് ഒരാൾ കൂടിയുണ്ട്. ഞങ്ങൾ 2 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. ഈ കോളനിയാണ്. ശരിക്കും ആ വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ദയനീയമായ ഒരവസ്ഥയായിരുന്നു. ആദ്യത്തെ നിയോഗം വെച്ചത് നല്ലൊരു വീടിന് വേണ്ടിയിട്ടായിരുന്നു. നിയോഗം വെച്ചു. ഞാനിവിടെ നിന്ന് പോയി. ചെന്ന ഉടനെ തന്നെ ഞങ്ങളിപ്പോൾ അന്ന് താമസിച്ചിരുന്ന ആ വീട് വിൽക്കാൻ സാധിച്ചു. അത് നല്ലൊരു വില തന്ന് ദൈവം ഞങ്ങൾക്ക് ആ വീട് വിൽക്കാൻ അമ്മ മാതാവ് സഹായിച്ചു. അതിനുശേഷം ആദ്യത്തെ ഉടമ്പടി വെച്ച ഉടനെ വീട് വിൽക്കാൻ സാധിച്ചു. രണ്ടാമത് ഞാൻ ഇവിടെ പുതുക്കാൻ വന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു വീട് മേടിക്കാനും അഡ്വാൻസ് കൊടുക്കുവാനും ദൈവം അനുഗ്രഹിച്ചു. അത് പറഞ്ഞ് വിശ്വസിക്കില്ല. 450 സ്ക്വയർ ഫീറ്റ് മാത്രം വീടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 1350 സ്ക്വയർ ഫീറ്റുള്ള ഒരു 2 നില വീട് തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് ഒരു 10 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത്. അതിന് വേണ്ടി വീട് നേടി നടന്നത്. ഞങ്ങൾക്ക് ഒത്തിരി വീട് കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ എല്ലാ വീട് പോയി കണ്ടെന്ന് ഇതൊന്നും നടക്കുന്നില്ലല്ലോ, എന്താ ചെയ്യുന്നേ മാതാവ്, ഞങ്ങളെ സഹായിക്കുകയല്ലേ അനുഗ്രഹിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മാതാവിനറിയാമായിരുന്നു ഞങ്ങൾ നോക്കിയത് 10 ലക്ഷം രൂപയുടെ വീടാണ്. മാതാവ് അതെല്ലാം തട്ടി മാറ്റി വിട്ടിട്ട് ഞങ്ങൾക്ക് 40 ലക്ഷം രൂപയുടെ വീട് തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ മെയ് മാസം, അതായത് മാതാവിൻ്റെ മാസം തന്നെയായിരുന്നു ഹൗസ് വാമിങ്. അത് കഴിഞ്ഞ് ഞാൻ 3-4 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു ഉടമ്പടി പുതുക്കാനൊക്കെ. പക്ഷേ ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഞങ്ങൾ സ്കൂളിൽ നിന്ന് അധ്യാപകരും സിസ്റ്ററൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. പിന്നെ ഒരു ദിവസം ഞാൻ ഹസ്ബൻഡും കൂടെ വന്നു. അന്നും സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. ഞാനതിന് അമ്മ മാതാവിനോട് ഒത്തിരി ക്ഷമ യോജിക്കുന്നു. പിന്നെ മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇതെൻ്റെ ഇളയ മോളാന്ന് ഞാൻ പറഞ്ഞല്ലോ. മോള് ഹൈദരാബാദ് നേഴ്സിങ്ങിന് പഠിക്കുക. നേഴ്സിങ് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നും അസുഖങ്ങളും കാര്യങ്ങളുമായിരുന്നു. അവൾ എന്നോട് എന്നും വിളിച്ചു പറയായിരുന്നു, അമ്മേ
ഞാനിത് പൂർത്തിയാക്കുമെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര പാടാണ്, അമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവിടെ നേഴ്സിംഗ് കഴിഞ്ഞു പൂർത്തിയാക്കി മിനിങ്ങാന്നാണ് നാട്ടിൽ വന്നത്. 4ാമത്തെ വർഷത്തെ റിസൾട്ട് വന്നില്ല. 3 വർഷവും അവൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. 100 പേര് പഠിക്കുന്ന ക്ലാസ്സിൽ അവളായിരുന്നു ടോപ്പർ. ഇതാണ് എൻ്റെ 3 സാക്ഷ്യങ്ങൾ. പിന്നെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഒരു കുഞ്ഞു വീടാണ്. പക്ഷേ അവിടെ നിന്ന് ഒത്തിരി ദൂരം ഞങ്ങൾക്ക് പള്ളിയിൽ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് എല്ലാം മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ വിശുദ്ധ കുർബാന എനിക്ക് 8:45 സ്കൂളിൽ പോകണം. അപ്പം വിശുദ്ധ കുർബാന കാണാൻ എനിക്ക് സാധിക്കില്ലല്ലോ. ഞാൻ ഞായറാഴ്ച സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയും കൂടെയാണ്. പക്ഷേ കുർബാന കാണാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. എല്ലാ ശനിയും ഞായറും ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അതിനുശേഷം മാതാവ് എനിക്കിപ്പോൾ പുതിയ വീട് തന്നത് പള്ളിയുടെ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ അത് മാതാവിൻ്റെ നാമത്തിൽ പേര് സെൻറ്റ് മേരീസ് ചർച്ചാണ്. അത് പള്ളിയുടെ പള്ളിയടി അടിക്കുന്നതും വിശുദ്ധ കുർബാന ചൊല്ലുന്ന എല്ലാം നമുക്ക് എൻ്റെ വീട്ടിലിരുന്നാൽ കേൾക്കാം. അതുകൊണ്ട് ഇപ്പം ഞങ്ങളെല്ലാവരും ദിവസേന ആ വീട് കഴിഞ്ഞ മെയ് 25-ന് ഞങ്ങൾ ഹൗസ് വാമിങ് നടത്തി. അതിൽ പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ, ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് 4:30 ഞങ്ങൾ പോന്നു, ഇന്ന് വരെ വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. പിന്നെ ബൈബിൾ ഞാൻ നിത്യേന വീട് മേടിക്കുന്ന സമയമൊക്കെ 1 മണി 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് രാത്രി വായിക്കുമായിരുന്നു. വായിക്കുന്ന സമയത്ത് ഉറക്കം വരുമ്പോൾ ഞാൻ ഒരു ബേസണിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ബൈബിൾ വായിക്കുമായിരുന്നു. ഇപ്പം ഞാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2 തവണ 28 അധ്യായം ഉണ്ടല്ലോ, അത് 2 തവണ എഴുതി പൂർത്തിയാക്കി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും ഞാൻ കാരുണ്യം കാണിക്കാം. അതൊരു കാരുണ്യ പ്രവൃത്തിയല്ല, എങ്കിലും ഞാനുമായിട്ട് കണ്ടുമുട്ടുന്ന എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. കാരണം ഞാൻ ഉടമ്പടിയിൽ ഇരിക്കുന്ന ഒരാളാണല്ലോ. പിന്നെ എനിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പത്രം കൊടുക്കുന്നത് ഞാൻ രാവിലെയോ വൈകുന്നേരമോ ഒന്നുമല്ല പത്രം കൊടുക്കാൻ എൻ്റെ ഹസ്ബൻഡും എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടെ നല്ല വെയിലുള്ള സമയത്ത് ഇറങ്ങും വീട്ടിൽ നിന്ന്. എന്നിട്ട് നമുക്ക് തോന്നുമല്ലോ ഓരോ വ്യക്തികളെ കാണുമ്പോൾ അവർക്ക് നമ്മളെ കൊണ്ട്, അല്ലെങ്കിൽ ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നാൽ അവർക്ക് കിട്ടുന്ന ആ അവസ്ഥ മനസ്സിലാക്കി സാക്ഷ്യം പറഞ്ഞ് ഇത്രയും വലിയൊരു വീട് ഞങ്ങൾക്ക് ലഭിച്ചു, ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മ മാതാവ് നൽകിയത് ഒത്തിരി അനുഗ്രഹമാണ്, നിങ്ങളതുകൊണ്ട് അവിടെ പോകണം, കൃപാസനത്തിൽ പോകണം, ആലപ്പുഴയാണ് സ്ഥലം, പ്രാർത്ഥിക്കണം, പത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാകും എന്ന് പറഞ്ഞാണ് ഓരോ തവണയും പത്രം കൊടുത്തോണ്ടിരുന്നത്. ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ ഞാനും ഇച്ചിരി അലംഭാവം കാണിച്ചിരുന്നു. പിന്നീട് പത്രം കൊണ്ട് എനിക്ക് കൊടുത്ത് തീരുകയില്ല. പിന്നെ വീട്ടിൽ ആരെങ്കിലും ഞങ്ങൾക്ക് പത്രം തരും, അപ്പോൾ ആ പത്രവും കൂടെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ ഈ വീടിൻ്റെ പണി നടക്കുന്ന സമയത്തൊക്കെ, വീട് പണിയെന്ന് പറഞ്ഞാൽ വാർത്തിട്ട ഒരു വീടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ബാക്കി പണിയൊന്നും നടക്കുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും കരുതിയില്ല. ഞങ്ങൾ പറഞ്ഞായിരുന്നു അടുക്കള മാത്രം ഒന്ന് ശരിയാക്കി കരുതാം. പക്ഷേ ഞാൻ ആ വീട്ടിൽ ചെന്ന് എന്നും ഉപ്പിട്ട് പ്രാർത്ഥിക്കും. എൻ്റെ ഓരോ സ്ഥലം, അത് കതവ് വെച്ച് കഴിയുമ്പം അടുത്തത് ടൈലിടുന്ന സമയത്ത്, പിന്നെ ജനാല പിടിപ്പിക്കുന്ന സമയത്ത്, മുറ്റത്തിൻ്റെ മതിൽ കെട്ടുന്ന സമയത്ത്, ഈ സമയത്തെല്ലാം ഞാൻ അവിടെ പോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു പണിയും ബാക്കി വെക്കാതെ എല്ലാ പണികളും പൂർത്തീകരിച്ച് നല്ല ഭംഗിയായിട്ട് ഹൗസ് വാമിങ് നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് നൽകിയത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഈ അധ്യാപിക ഇപ്പം നമ്മളോട് പങ്കുവെച്ചതും. അതിലേറ്റവും പ്രധാനപ്പെട്ട 13 വർഷമായിട്ട് കിടന്നൊരു സ്ഥലം, അതിന് ഏറ്റവും ഉടമ്പടി എടുത്തിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിനൊരു തീർപ്പ് കൽപ്പിച്ചു, അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാവുകയും ദൈവിക ഇടപെടലാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം അതാണ്. അതിന് അവിടെ വന്ന് ട്രാൻസ്ഫറായിട്ട് വന്ന ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫറും ഒക്കെ വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവിക ഇടപെടലായിട്ടാണ് ഈ വ്യക്തി കാണുന്നതും. കാരണം അത് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ 10, 13 അല്ലെങ്കിൽ അതിലധികമോ വർഷം കൊണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഉടമ്പടിയിൽ നിയോഗമായിട്ട് മാറിയതിന് ശേഷം പെട്ടെന്ന് അതിനൊരു മാറ്റം ഉണ്ടാകുമ്പം അത് മാതാവിൻ്റെ ഒരു ഇടപെടലാണ് എന്ന് വായിക്കുന്നത് എല്ലാ സാക്ഷ്യത്തിലും ആവർത്തിച്ചുള്ളതാണ്. കാരണം ജോസഫ് അച്ഛൻ എപ്പോഴും പറയണത് പോലെ ഉടമ്പടിയിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ മാതാവ് നമ്മുടെ ഫയലൊക്കെ എടുത്ത് അതിൻ്റെ പ്രവൃത്തി തുടങ്ങുമെന്നൊക്കെ പറയണത് പോലെ അങ്ങനെ ഒരു അനുഭവം എല്ലാ സാക്ഷ്യങ്ങളിലും ആവർത്തിക്കുന്നതാണ്. രണ്ടാമത്തേത് മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മാതാവിൻ്റെ ഇടപെടലുണ്ട് എന്നുള്ളതും, അപ്പം വ്യക്തിപരമായിട്ട് ഉടമ്പടി ജീവിക്കുവാനായിട്ടുള്ള വലിയൊരു ശ്രമം ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വചനത്തിൽ പറയണത് പോലെ പ്രസംഗിക്കുന്നവൻ
ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായതുപോലെ പ്രസംഗിക്കട്ടെ എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതായത് ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ കൃപയോടുകൂടി ചെയ്യാനായിട്ടൊരു പരിശ്രമം ഉണ്ടാകുന്നത് ഒരു കാരുണ്യ പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. അപ്പം ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ജീവിതത്തെ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടതാണെന്നുള്ളൊരു ബോധ്യമൊക്കെ ഒരുപക്ഷെ ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരുപാട് പേർക്ക് നൽകുന്നുണ്ട്. ഉടമ്പടി എടുത്ത വ്യക്തിയാണ്, ഞാൻ ക്ഷമിക്കണം, ഉടമ്പടി എടുത്ത വ്യക്തിയാണ്, ഞാൻ കുറച്ചും കൂടെ ഗൗരവത്തിൽ ജീവിതത്തെ കാണണം. ഒപ്പം തന്നെ മാതാവ് ഒരു വീട് ഒരുക്കിയതിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളും ദൈവിക ഇടപെടൽ ഉണ്ടായെന്നുള്ളതും. അപ്പോൾ വീട് കിട്ടി എന്നതിനല്ല, അത് ദേവാലയത്തിൻ്റെ അടുത്താണ്. അന്നോട്ട് ഇന്ന് വരെ ഈ ഒരു വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. അപ്പം നമ്മളൊരു വീടിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എന്തിന് എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിന് ഉത്തരവുണ്ട്. കാരണം അവനൊരു വീട് കൊടുത്താൽ അവൻ ഒരിക്കലും എന്നെ മറക്കത്തില്ല എന്നുള്ളൊരു ബോധ്യം അത് ഈ സാക്ഷ്യത്തിലുണ്ടല്ലോ. അപ്പോൾ വീടിനടുത്ത് ഒരു ദേവാലയം ഉണ്ടായിരിക്കുകയും അവിടെ നമ്മൾ സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്നതും, അവിടെ വീട് ഉണ്ടാവുകയും ദേവാലയത്തിൽ പോകാമല്ലോ എന്ന് കരുതി വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇൻറ്റൻഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഒരുപാട് പേരുടെ ഭവനങ്ങൾ പണിയപ്പെടുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനായിട്ടുള്ളൊരു സാധ്യത കാണുമ്പോഴാണല്ലോ. അതിപ്പോൾ അതൊക്കെ ഒരു ദൈവികമായിട്ട് നോക്കിക്കാണുന്നു. അതിലൊക്കെ ഈശോയുടെ മാതാവിൻ്റെ ഇടപെടലുണ്ട്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന് പറയുന്നു. അപ്പം ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ വഴി ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.